കബനിയുടെ കരയിൽ നിശബ്ദ പ്രാർത്ഥനകളിൽ മുഴുകി വള്ളിയൂർക്കാവ്. ഈയൊരു നിശബ്ദതയ്ക്കുള്ളിൽ അടിമയാക്കപ്പെട്ട അനേകം മനുഷ്യരുടെ നിലവിളികൾ ഉറഞ്ഞുകിടപ്പുണ്ട്. ഊരുകളിലെ പഴങ്കഥകൾക്ക് മുകളിൽ മാറ്റത്തിന്റെ പുതുചരിത്രം എഴുതി ചേർത്ത പ്രസ്ഥാനമാണ് WSSS. ഈ നാട്ടിലെ മനുഷ്യർക്ക് ഒരു വിഭവശേഷി ഉണ്ടാകണം. അതുണ്ടാകുമ്പോൾ മാത്രമേ ഈ നാട് വികസിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാവർക്കും സമത്വസുന്ദരമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പ്രക്രിയയിലാണ് ഈ WSSസും അതിൻ്റെ എല്ലാ അനുബന്ധ പ്രസ്ഥാനങ്ങളും ഏർപ്പെട്ടിരിക്കുന്നത്. WSS സമൂഹത്തിലെ നാനാ ജാതി മതസ്ഥർക്ക് വേണ്ടി നടത്തിവരുന്ന വിവിധങ്ങളായ പദ്ധതികളുണ്ട്. WSSന് സന്നദ്ധ സംഘങ്ങൾ സഹകരിക്കുന്ന സംഘടനകളാണ് ദേശീയ ഗ്രാമവികസന മന്ത്രാലയം, അതുപോലെ തന്നെ സേവ് എ ഫാമിലി പ്ലാൻ, കാരിതാസ് ഇന്ത്യ, UN വിമൺ, ബിന്ദി ഇൻ്റർനാഷണൽ എന്നീ സംഘടനകളുടെ സഹായത്തോടുകൂടിയാണ് സമൂഹത്തിലെ വിവിധങ്ങളായ പദ്ധതികൾ ചെയ്തു വരുന്നത്. വയനാടിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണവുമായി WSS ആദ്യകാലം മുതലേ പ്രത്യേക ശ്രദ്ധ നൽകുന്ന കാര്യമാണ്. അതിൽ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജൈവ കൃഷി പ്രോത്സാഹന പദ്ധതി ആരംഭിച്ചത് WSS ആണ്. ഇന്ന് 20,000-ഓളം വരുന്ന ജൈവ കർഷകരുടെ കൂട്ടായ്മ WSSലുണ്ട്. അതുപോലെ നീർത്തട സംരക്ഷണം, പ്രകൃതി സംരക്ഷണം എന്നിവ നടത്തിപ്പോരുന്നു. നബാർഡിൻ്റെ സഹായത്തോടുകൂടി വാടി പദ്ധതിയും WSS ചെയ്തു. നബാർഡിന്റെ ആദിവാസി സമഗ്ര വികസന പദ്ധതി പ്രകാരം വാടി പദ്ധതി നടപ്പാക്കിയപ്പോൾ അനേകം വീടുകളിൽ ഫലവൃക്ഷ തൈകളും പച്ചക്കറി തൈകളും നട്ടുപിടിപ്പിക്കാൻ കഴിഞ്ഞു. നബാർഡിന്റെ പദ്ധതി വയനാട്ടിൽ നടപ്പാക്കിയത് WSSS ആണ്. കാർഷിക സമൃദ്ധിക്കൊപ്പം WSSS നിലകൊണ്ടു. പൊർലോമിലെ ഫാത്തിമയാണിത്. സംയോജിത കൃഷിയിടമൊരുക്കാൻ ഫാത്തിമയെ സഹായിച്ചത് WSSS ആണ്. നബാർഡിന്റെ പദ്ധതി ഗുണഭോക്താവായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ കർഷകയ്ക്ക് അസോള മീൻ വളർത്തൽ, പശു വളർത്തൽ, പച്ചക്കറി കൃഷി തുടങ്ങി വൈവിധ്യമാർന്ന കൃഷികളുണ്ട്. നബാർഡിന്റെ KFW സോയിൽ പ്രോജക്റ്റിന്റെ നീർത്തട പദ്ധതിയിൽ പശു വളർത്തൽ, തേനീച്ച വളർത്തൽ, വെർമി കമ്പോസ്റ്റ് പച്ചക്കറി കൃഷി തുടങ്ങി വിവിധ കാർഷിക സംരംഭങ്ങൾ കർഷകർ WSSന്റെ സഹായത്തോടെ ആരംഭിച്ചു. അവ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് 3 പശുക്കളാണ് ഉള്ളത്. ഞങ്ങളിപ്പോൾ 2 ക്യൂബിക്കിന്റെ ബയോഗ്യാസ് പ്ലാന്റ് ആണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. 6 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. തോട്ടങ്ങളാണുള്ളത്. ആ കൃഷി ആവശ്യത്തിനെല്ലാം ഈസിലറി ഞങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. WSSന്റെ സഹായത്തോടെയാണ് ഞങ്ങൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഭർത്താവ് പ്രഷർ കുറഞ്ഞ് വീണിട്ട് തളർന്നു പോയതായിരുന്നു. 15 വർഷം മുമ്പ് WSSൽ നിന്ന് എനിക്ക് ആദ്യമായിട്ട് സേവ് എ ഫാമിലിയിൽ നിന്നൊരു സഹായം കിട്ടിയതായിരുന്നു. ഒരു പശുവിനെ ആദ്യം മേടിച്ചു. ഇപ്പം 10 പശുവുണ്ട്. 80 ലിറ്റർ പാല് ഡെയിലി അളക്കുന്നുണ്ട്. 2015 വയനാട്ടിലെ കർഷക ആത്മഹത്യകൾ വളരെയധികം കൂടിയപ്പോൾ കാരിതാസ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വയനാട്ടിലുള്ള മറ്റ് സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് സേവ് ഫാർമേഴ്സ് ക്യാമ്പയിൻ നടത്തുകയും കർഷകർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ്, കാർഷിക മേഖലയിൽ വിവിധങ്ങളായ പദ്ധതി സഹായങ്ങൾ തുടങ്ങിയവ നൽകിക്കൊണ്ട് ഈ കർഷക ആത്മഹത്യ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നതിന് സന്നദ്ധ സംഘങ്ങളുടെ കൂട്ടായ്മയ്ക്ക്, പ്രത്യേകിച്ച് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് സാധ്യതമായി. കഴിഞ്ഞ 50 വർഷത്തെ പ്രവർത്തനങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ മാതൃകാപരമായ ധാരാളം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലും ആദിവാസി വികസന മേഖലയിലും പ്രകൃതി വിഭവ സംരക്ഷണ മേഖലയിലും വളരെ സജീവമായിട്ടുള്ള ഇടപെടലുകളാണ് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 1990-91 കാലത്ത് തന്നെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് പശ്ചിമഘട്ട നീർത്തട വികസന പദ്ധതിയുടെ നടത്തിപ്പ് WSSനെ ഏൽപ്പിച്ചിരുന്നു. നബാർഡ് മുള്ളൻകൊല്ലി പോലുള്ള സ്ഥലങ്ങളിൽ നടപ്പിലാക്കിയ സ്പ്രിംഗ് ഷെഡ് പദ്ധതികളുടെ നിർവഹണം വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി വിജയകരമായി നടപ്പിലാക്കി. വയനാട്ടിലാകമാനം WSSന്റെ അനേകം വിജയ മാതൃകകളുണ്ട്. വയനാട്ടിന് ഹരിതകാന്തി നൽകുന്ന അനേകം കൃഷികളുണ്ട്. പച്ചപ്പരവതാനി പോലെ പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ,
സ്വദേശീയരെയും വിദേശീയരെയും ഒരുപോലെ മോഹിപ്പിച്ച വയനാടിൻ്റെ കാപ്പി, മലയടിവാരങ്ങളിൽ മലമടക്കുകളിൽ കുരുമുളക് തോട്ടങ്ങൾ, പിന്നെ വയനാടൻ മഞ്ഞൾ, സുഗന്ധ നെല്ലിനങ്ങൾ, കൃഷിയുടെ സമ്പന്നമായ സംസ്കൃതി നെഞ്ചേറ്റുന്ന വയനാട്. 1990കളിൽ തന്നെ ആദ്യമായി സ്പൈസസ് ബോർഡ് ഇവിടുത്തെ ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിന് വേണ്ടി എക്സ്പോർട്ട് ലെഡ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം എന്ന പേരിൽ കയറ്റുമതിയിലൂടെ ദാരിദ്ര്യ ലഘൂകരണം എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പദ്ധതി രൂപീകരിച്ചപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു ഏജൻസിയായി വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി തെരഞ്ഞെടുക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി വയനാട് ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളിൽ ജൈവ കർഷക കൂട്ടായ്മകൾ രൂപപ്പെടുത്തുവാൻ WSSന് സാധിക്കുകയുണ്ടായി. ജൈവ കൃഷിയുടെ മഹിത പാരമ്പര്യമുള്ള ഭൂമിയാണ് വയനാട്. 1990 മുതൽ വയനാട്, കണ്ണൂർ, മലപ്പുറം, നീലഗിരി ജില്ലകളിൽ ജൈവ കൃഷിക്ക് WSSS നേതൃത്വം നൽകി. ഞങ്ങൾ ഇവിടെ തന്നെയാണെങ്കിൽ 12 യൂണിറ്റ് ഉണ്ട്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 5 കർഷകർ തുടങ്ങി 25 കർഷകർ. പക്ഷേ ഞങ്ങളുടെ സാധനങ്ങൾ കഫേയിൽ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ശരിയായ വില കിട്ടാൻ തുടങ്ങി. വില മാത്രമല്ല, താങ്ങുവില. ആ താങ്ങുവില എത്ര വന്നാലും എത്ര താഴേക്ക് പോയാലും നമുക്ക് ആ താങ്ങുവില കിട്ടും. ഇപ്പോൾ 100 രൂപയാണ് താങ്ങുവില വെച്ചിരിക്കുന്നതെങ്കിൽ അത് 80 രൂപ കാപ്പിക്കായാലും 100 രൂപ കിട്ടും. അപ്പോൾ 110 ആയാൽ 110 കൊടുക്കും. അതാണ് ഇതിനുള്ള വ്യത്യാസം. അതാണ് പറഞ്ഞത്, നമ്മൾ സാധാരണ മാർക്കറ്റേക്കാളും ഉള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ കർഷകന് അപ്പോൾ കുരുമുളകായാലും കാപ്പി ആയാലും ശരിയായ വില കിട്ടാൻ പറ്റും. സൊസൈറ്റികൾ വളർന്നു വന്നാൽ മാത്രമേ സൊസൈറ്റിക്കും കാശുണ്ടാവുള്ളൂ, നമുക്കും പൈസ ഉണ്ടാവുള്ളൂ. അതാണ് കർഷകരുടെ കൂട്ടായ്മ. ഇവിടെയുള്ള കർഷകർക്ക് നല്ല വില കിട്ടണമെന്നുള്ള ചിന്തയോടുകൂടി കാപ്പി അതുപോലെയുള്ള മറ്റ് ഉൽപ്പന്നങ്ങൾ അത് പ്രോസസ്സ് ചെയ്ത് വിദേശത്തേക്ക് കയറ്റി അയച്ച് അവർക്ക് ഇവിടെ കിട്ടുന്നതിൽ നല്ല വില കൊടുക്കാൻ വേണ്ടി സ്ഥാപിച്ചതാണ് ബയോവിൻ എന്ന് പറയുന്ന പ്രസ്ഥാനം. അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തന വ്യാപ്തി ഒരുപാട് വർദ്ധിച്ചു. ഇന്ന് ബയോവിനും അതുപോലെ തന്നെ ഈ ലോകത്തിൽ അറിയപ്പെടുന്ന, പല രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു വിശ്വസനീയമായ പ്രസ്ഥാനമായിട്ട് മാറി. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രതിബദ്ധതയുള്ള, സത്യസന്ധതയുള്ള, ആത്മാർത്ഥതയുള്ള അനേകം പ്രവർത്തകരുണ്ടായതുകൊണ്ടാണ് ഇത് സാധിച്ചത്. കൊണ്ടയങ്ങാടിയിൽ കാർഷികോൽപ്പന്ന സംസ്കരണത്തിന് അതിവിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കഫേയും ഒഫേയും വഴി സംഭരിക്കുന്ന മികച്ച ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ ബയോവിൻ അഗ്രോ റിസർച്ച് സെൻ്ററിൽ എത്തിക്കുന്നു. ബയോവിൻ അഗ്രോ റിസർച്ച് ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. മാനന്തവാടി രൂപതയുടെ ഒരു സാമൂഹിക സേവന വിഭാഗമായിട്ടുള്ള വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി അതിൻ്റെ ജൈവ കർഷക പദ്ധതി ആരംഭിക്കുന്നത് വയനാട്ടിൽ തന്നെയുള്ള ഏതാണ്ട് 90 കർഷകരെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. ഈ 90 കർഷകരിൽ നിന്ന് സ്പൈസസ് ബോർഡിൻ്റെ സഹായത്തോടെ ആരംഭിക്കുന്ന സ്പൈസ് പ്രോസസ്സിംഗ് യൂണിറ്റ് 2002 ആരംഭിക്കുന്നു. പിന്നീട് നബാർഡിൻ്റെയും മറ്റുമൊക്കെയുള്ള സാമ്പത്തിക സഹായത്തിലും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തിലും ബയോവിൻ അഗ്രോ റിസർച്ചിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സംസ്കരണ യൂണിറ്റ് ഇവിടെ പണി കഴിപ്പിച്ച് അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കുവാനായിട്ടും വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി രൂപകൽപ്പന ചെയ്തിരുന്ന ആ ഒരു കാഴ്ചപ്പാടിന് തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണ്. ആഭ്യന്തര അതോടൊപ്പം തന്നെ വിദേശങ്ങളിലേക്കും കൂടിയൊക്കെ കയറ്റി അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ സമാഹരിക്കുന്നത് നമ്മുടെ തന്നെ കർഷകരിൽ നിന്നാണ്. നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഗുണമേന്മ ഒക്കെ പരിശോധിച്ച് ഇവിടെ എടുത്ത് വിവിധങ്ങളായിട്ടുള്ള സംസ്കരണ പ്രക്രിയയിലൂടെ കടന്നുപോയി അത് വിപണനം കഴിഞ്ഞു കഴിയുമ്പോൾ നല്ല ഒരു സംഖ്യ തന്നെ കർഷകർക്ക് കൊടുക്കുവാനായിട്ട് വിപണി വിലയേക്കാളും വളരെയധികമായിട്ട് വില കൊടുക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ബയോവിൻ സംരംഭത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിലുള്ള ആ ഒരു താങ്ങുവില സമ്പ്രദായം ഏറ്റവും ഫലപ്രദമായിട്ട് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ബയോവിനെ കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മളുടെ അവശത അനുഭവിക്കുന്ന കർഷകർ വീടുകളുടെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് വയനാട്ടിലൊക്കെ സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങളിലൊക്കെ കൈത്താങ്ങാകുന്നതിനൊക്കെ വേണ്ടി പലപ്പോഴും നമുക്ക് നമ്മളുടെ ഈ കർഷക സംവിധാനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ ഉപയോഗപ്പെടുത്തുവാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കർഷക സമൂഹത്തിൻ്റെയും സാധാരണക്കാരുടേതുമായിട്ടുള്ള കാര്യങ്ങളിൽ മുൻപോട്ട് പോകുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. കർഷകരെ ചൂഷണം ചെയ്യുന്ന ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകർക്ക് അവരുടെ അധ്വാനത്തിന് മികച്ച വരുമാനം നൽകാൻ ബയോവിനിന് കഴിയുന്നു. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ കർഷകർ കൃഷിയെ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ
ഗ്രാമവികസന മന്ത്രാലയവുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് DDU-GKY എന്ന പ്രൊജക്റ്റ് WSS നടത്തി വരികയാണ്. സമൂഹത്തിലെ 18-നും 35 വയസ്സിനും ഇടയിലുള്ള യുവജനങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ തൊഴിൽ പരിശീലനങ്ങളാണ് നൽകുക. അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി എന്ന കോഴ്സും ഇവിടെ നടത്തി വരുന്നുണ്ട്. വയനാട്ടിലെ എല്ലായിടങ്ങളിലും SGHകൾ രൂപീകരിച്ച് WSSS അനേകം സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഒന്നിച്ച് മീറ്റിങ്ങുകൾ നടത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. ജൂട്സ് മൗണ്ട് ഇടവകയിലെ WSSന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏഞ്ചൽ വനിതാ സ്വാശ്രയ സംഘത്തിലെ അംഗമാണ് ഞാൻ. 2008 ആരംഭിച്ച ഞങ്ങളുടെ സംഘത്തിൽ 10 അംഗങ്ങളാണുള്ളത്. 2,04,500 രൂപ സമ്പാദ്യമുള്ള ഞങ്ങളുടെ സംഘത്തിൽ നിന്ന് 1.5 ലക്ഷം രൂപ ആന്തരിക വായ്പ കൊടുത്തിരിക്കുന്നു. 3 ഗഡുക്കളായി ഞങ്ങൾ 19 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ഈ തുക കൊണ്ട് 9 കറവ പശുക്കളുള്ള പശുഫാം, സ്വന്തമായ തയ്യൽക്കട, വാഴകൃഷി, പച്ചക്കറി മുതലായവയെല്ലാം ഞങ്ങളുടെ സംഘങ്ങൾക്ക് മുതൽക്കൂട്ടായി ഉണ്ട്. ഞങ്ങളെപ്പോലെ ഉള്ള സാധാരണക്കാരായ ആളുകൾക്ക് സ്വയം സംരംഭങ്ങളിലൂടെ മുന്നേറുവാൻ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി നൽകുന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കും നന്ദി. WSSന്റെ പുതുമയാർന്ന ഒരു സംരംഭമാണ് ആശാകിരണം ഡ്രസ് ബാങ്ക്. ഓരോരുത്തരും അവരവർക്ക് കഴിയുന്ന നിലയിൽ ഉപയോഗിച്ചതുമല്ലാത്തതുമായ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ആശാകിരണം ഡ്രസ് ബാങ്കിൽ എത്തിക്കുന്നു. ആവശ്യക്കാർ അവർക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നു. ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ നേർക്കാഴ്ചകളിൽ ഒന്നാണിത്. ആദിമ FPOയിൽ 840 ഷെയർ ഹോൾഡേഴ്സുണ്ട്. അതിൽ 730 പേരും സ്ത്രീകളാണ്. ഗോത്രവർഗ സമൂഹത്തിന്റെ ശ്രേയസ്സിനായുള്ള FPO 2017 WSSന്റെ കീഴിലാണ് നമ്മളിത് ആരംഭിച്ചിരിക്കുന്നത്. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ അംഗങ്ങൾ എന്ന് പറയുന്ന ട്രൈബൽ ആളുകളാണ്. ഒരു 840ഓളം ഷെയർ ഹോൾഡേഴ്സ് നമുക്കുണ്ട്. അത് 735 പേരും വനിതകളാണ്. നമ്മളിത് മില്ലിൽ നിന്ന് ആട്ടി ഇറക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് വീടുകളിലും കടകളിലൊക്കെ എത്തിച്ചു കൊടുക്കലാണ്. ഔഷധ സസ്യകൃഷി വ്യാപനവും ഔഷധ സസ്യ സംരക്ഷണവും സാധ്യമാക്കുന്നതിനോടൊപ്പം ഗൃഹ ഔഷധ നിർമ്മാണത്തെ WSSS പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ജ്യോതി സ്വാശ്രയ സംഘത്തിന്റെ ഗൃഹ ഔഷധ നിർമ്മാണ യൂണിറ്റാണ്. വയനാടിന്റെ തനത് പാരമ്പര്യ സിദ്ധിയാണ് പ്രകൃതിദത്ത ഔഷധ സസ്യങ്ങളിൽ നിന്നുള്ള ഔഷധ നിർമ്മാണം. പ്രധാനമായും ഈ ഒരു സംഘം മുറിവെണ്ണയാണ് ഉണ്ടാക്കുന്നത്. ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹകരണവുമായി WSSS ഇവർക്കൊപ്പമുണ്ട്. MEDP പദ്ധതി പ്രകാരമാണ് ആയുർവേദ മരുന്ന് ഉൽപാദനം. ഞങ്ങൾ WSSന്റെ കീഴിലുള്ള ജ്യോതി ഗ്രൂപ്പ്, അവിടെ ഞങ്ങൾ മുറിവെണ്ണ ഉണ്ടാക്കുന്നുണ്ട്. മുറിവെണ്ണ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ നീര് ഇടിച്ചു പിഴിഞ്ഞെടുത്ത് എണ്ണ ചേർത്ത് അതിനെ കാച്ചിയെടുക്കുകയാണ്. അപ്പം 9 കൂട്ടം മരുന്നുകളാണ് ഇതിനുള്ളത്. ഞാൻ ഓരോ മരുന്നിനെയും 3 പ്രാവശ്യം വീതം ഇടിച്ച് പിഴിഞ്ഞെടുത്ത് ആ നീര് 2.5 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് ഓരോ പച്ചമരുന്നും 1 കിലോ വീതം വേണം. എടുത്തിട്ട് അതിൻ്റെ നീര് 3 പ്രാവശ്യമായിട്ട് ഇടിച്ച് പിഴിഞ്ഞെടുത്ത് അതിൽ 2.5 ലിറ്റർ വെളിച്ചെണ്ണ ചേർത്ത് കാച്ചി മുറിവെണ്ണയാക്കി എടുക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി WSSS ആരംഭിച്ച തൊഴിൽ സംരംഭമാണ് സോപ്പ് നിർമ്മാണം. സോപ്പ്, വാഷിംഗ് പൗഡറുകൾ, വിവിധ തരം ശുചീകരണ ലായനികൾ എന്നിവ ഈ യൂണിറ്റ് ഉണ്ടാക്കുന്നു. തൊഴിൽ രഹിതരായ വീട്ടമ്മമാർ സോപ്പ് പൗഡറുകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും WSSൽ നിന്ന് കൊണ്ടുപോയി സോപ്പ് ഉൽപ്പന്നങ്ങളും മറ്റും ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നു. WSSന്റെ കെട്ടിട സമുച്ചയത്തിൽ സോപ്പ് ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം പ്രവർത്തിക്കുന്നു. 2001 നവംബർ മാസത്തിലാണ് WSSന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ് രൂപീകൃതമായത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളിത് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 16 ഐറ്റം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന കിറ്റുകൾ കൊണ്ടുപോയിട്ട് അവർ കുടിൽ വ്യവസായം പോലെ ചെയ്ത് അവർ സാധനങ്ങൾ ഉണ്ടാക്കി ആൾക്കാർക്ക് വീടുകളിൽ കൂടി കൊടുക്കുകയും ചെയ്യുന്നു. അവർക്ക് ഒത്തിരി സ്ത്രീകൾ അവരുടെ കയ്യിൽ ഒരു വരുമാന സ്രോതസ്സായിട്ട് ഈ സാധനങ്ങൾ ഉപയോഗിച്ച് അതുകൊണ്ട് ഒത്തിരി കുടുംബങ്ങൾ ഇപ്പം മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്.
WSSS മുഖേന ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിതമാർഗമായി സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്നു എന്നതിൻ്റെ മികവാർന്ന കാഴ്ചകളിൽ ഒന്നാണിത്. ആരോഗ്യമേഖലയിൽ പ്രത്യേകമായി കാരിത്താസ് ഇന്ത്യയുമായി സഹകരിച്ചുകൊണ്ടും ആശാകരണം പോലെയുള്ള പദ്ധതികൾ നടത്തിവരുന്നു. അതുപോലെ ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസുമായി സഹകരിച്ചും ജൈവ കൃഷി പ്രോത്സാഹനവും ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമും ആശാകരണം ഡ്രസ് കളക്ഷനും ചികിത്സാ സഹായങ്ങളും നമ്മൾ കൊടുത്തു വരികയാണ്. ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസുമായി സഹകരിച്ച് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതി നമ്മൾ നടത്തിവരുന്നു. ബെഡ് റിഡനായ വ്യക്തികൾക്ക് വാട്ടർ ബെഡും നടക്കാൻ ബുദ്ധിമുട്ടുള്ള വികലാംഗരായവർക്ക് വീൽ ചെയറും നമ്മൾ നൽകി വരുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സർവീസുമുണ്ട്, ഒരു ആംബുലൻസുമുണ്ട്. WSSൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റികളിലൂടെ വിവിധങ്ങളായ ബോധവൽക്കരണ പരിപാടികൾ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമെന്നോണം തന്നെ ഈ ജൂബിലി വർഷത്തിൽ UN വിമൺ WSSുമായി സഹകരിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടിയും നടത്തി വരുന്നു. വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് ആണ് ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുകയും അതുപോലെ സമൂഹത്തിൽ നടപ്പാക്കുകയും ചെയ്യുന്നത്. തോട്ടം തൊഴിലാളികളായ സ്ത്രീകളുടെ ആരോഗ്യം, ജീവിത സുരക്ഷ, ക്ഷേമം എന്നിവ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങൾ WSSS സദാ നടത്തിവരുന്നു. വയനാട്ടിലെ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്താൻ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സാധ്യമാകുന്നു. വയനാട്ടിലെ ഗ്രാമങ്ങളിൽ ഇത്തരം സ്ത്രീ ശാക്തീകരണ സുരക്ഷാ ക്ഷേമ പ്രവർത്തനങ്ങൾ WSSS സജീവമായി നടത്തുന്നു. അപ്പോൾ സമ്പത്തിലും അതേപോലെ തന്നെ തൊഴിലും വരുമാനവും നേടുന്ന കാര്യത്തിലൊക്കെ സ്ത്രീകൾക്ക് പങ്ക് വന്നവർ, അവർ പിന്നാമ്പുറങ്ങളിൽ ആശ്രിതരായി ജീവിക്കുന്ന അല്ലെങ്കിൽ വെറും തൊഴിലെടുക്കുന്ന ഒരു സാഹചര്യം മാത്രം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കാണാപ്പണികൾക്ക് ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. അവരതിനെ കാണാപ്പണികൾ എന്ന് പറയാം. എന്താ ജോലി എന്ന് വെച്ചാൽ ഒരു പണിയുമില്ല, വീട്ടമ്മയെന്ന് പറയും. പക്ഷേ അവരെ സംബന്ധിച്ച് അവരെടുക്കുന്ന അത്ര ജോലി മറ്റാരും ചെയ്യുന്നില്ല. കാരണം നേരം വെളുത്തു മുതൽ അവസാനത്തെ പാത്രം കഴുകി വെച്ച് കിടക്കുന്നത് വരെയുള്ള ആ ഒരു പണി ആരും കാണുന്നില്ല. അതാണ് നമ്മൾ കാണാപ്പണികൾ എന്ന് പറയുന്നത്. സ്ത്രീകളുടെ അത്തരം ജോലികൾ ആരും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ മാത്രമുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ പടിപടിയായി ഈ സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചല്ല, പക്ഷെ തുടർച്ചയായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അതിൽ നമ്മുടെ സർക്കാരുകൾ, അതേപോലെ തന്നെ വിവിധങ്ങളുടെ സന്നദ്ധ സംഘടനകൾ, സാമൂഹിക പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടാണ് നമുക്ക് ഈ നിലയിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത്. ആരോഗ്യരംഗത്തെ WSSSന്റെ ഇടപെടലിന്റെ ഭാഗമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നു. സമൂഹത്തിൽ പിടിമുറുക്കുന്ന മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം ഇല്ലാതാക്കാനുള്ള പ്രയത്നമാണ് സജീവം, ആശാകിരണം തുടങ്ങിയ ഒട്ടേറെ പദ്ധതികളിലൂടെ WSSS നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ആരോഗ്യമുള്ള ഒരു ജനതയുടെ സുശോഭനമായ ഭാവിക്ക് വേണ്ടി തന്നെയാണ്. ചെറുപ്പത്തിൽ പഠിക്കുന്ന കാര്യമാണ് നമ്മുടെ വലുതാവുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ശരിയല്ലേ? ചെറുപ്പത്തിൽ. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ നല്ല ശീലം പഠിച്ചാൽ നമ്മൾ വലുതാവുമ്പോഴും നല്ല കുട്ടിയാന്ന് പറയോ. ഇങ്ങനെയുള്ള ദുശീലങ്ങൾക്കൊന്നും നമ്മൾ എന്താവില്ല, അടിമപ്പെടില്ല. ഓക്കെ, അത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കില്ല എന്നും നമ്മൾ തീരുമാനമെടുക്കുക. ഞങ്ങൾ ഈ വർഷം മോട്ടോ ആയിട്ട് എടുത്തിരിക്കുന്നത് എല്ലാവർക്കും പെൻഷൻ, എല്ലാവർക്കും ഇൻഷുറൻസ് എന്നുള്ളതാണ്. ഗവൺമെൻറ് വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതികളെ അതിൻ്റെ ഗുണഭോക്താക്കളാക്കി അസംഘടിത തൊഴിലാളികളെ മാറ്റുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ വിഭാവനം ചെയ്തിരിക്കുന്ന വിവിധ തരത്തിലുള്ള ആകസ്മികമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നേരിടുന്നതിനാവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതികളിലേക്ക് ആളുകളെ ചേർത്തുകൊണ്ടുമൊക്കെയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സംരംഭങ്ങൾ, തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടി ആളുകളെ ചേർത്തുകൊണ്ട് സംരംഭങ്ങൾ പുതുതായി ആരംഭിക്കുന്നു. അങ്ങനെ തൊഴിലിൻ്റെ ലഭ്യത ഉണ്ടാകുന്നു. അതേപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് മേഖലകളിൽ നിന്നുമുള്ള സ്കോളർഷിപ്പുകൾ, വിവിധങ്ങളായ സഹായ പദ്ധതികളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. കൂടാതെ തന്നെ ഈ പദ്ധതിയിൽ നമ്മളുടെ അംഗങ്ങളായി ചേർന്ന് കഴിയുമ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട എല്ലാവിധ അവരുടെ ആനുകൂല്യങ്ങളും യഥാസമയത്ത് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുവാനുള്ള ഫോളോ അപ്പ് പ്രോഗ്രാംസും ഈ പ്രസ്ഥാനത്തിലൂടെ നടന്നുകൊണ്ട് അങ്ങനെ ആളുകളുടെ ഒരു സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തോടെ എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും സുരക്ഷ
എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ കേരള ലേബർ മൂവ്മെൻറ്റും GS ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങളുടെ രൂപതയിലെ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭരണസമിതിയിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ആദിവാസികളും മറ്റ് മതത്തിൽപ്പെട്ടവരും ഒക്കെ ഇതിനകത്തുണ്ട്. എല്ലാവരുടെയും ഉപദേശം തേടിയാണ് ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളൊക്കെ ആയിട്ട് നല്ല സഹകരണമുണ്ട് ഈ WSSനും അതുപോലെ അതിൻ്റെ അനുബന്ധ പ്രസ്ഥാനങ്ങൾക്കും. അതുപോലെ ഇന്ത്യയിൽ തന്നെയുള്ള നബാർഡ്, കോഫി ബോർഡ് ഇങ്ങനെയുള്ളവരൊക്കെ വളരെ സജീവമായിട്ട് തന്നെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് എപ്പോഴും. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ പദ്ധതികൾ ഞങ്ങളെ ഏൽപ്പിക്കാറുണ്ട്. ജലനിധി പോലെയുള്ള പദ്ധതികൾ, അല്ലെങ്കിൽ DDU-GKY എന്ന് പറയുന്ന ആ പദ്ധതി. ഇതിലൂടെ എല്ലാം അനേകം പേർക്ക്, ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാനുള്ള ആ പരിശീലനമൊക്കെ ഇതിലൂടെ സാധ്യമാകുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഏകോപിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകർ അനേകം പേരുണ്ട്. കാലാകാലങ്ങളിൽ അവരാണ് ഇതിൻ്റെ നട്ടെല്ലായിട്ട് നിലകൊള്ളുന്നത്. ഇന്നും അവർ തന്നെയാണ്. നാടിൻ്റെ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞ് നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം നിന്ന് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പ്രകാശം പരത്തുന്ന മഹാപ്രസ്ഥാനമാണ് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി.